സ്ഥലത്തെ ഒരു പൊതു ശ്മശാനം ഒരുപാട് പേരെ അവിടെ ദഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കല്ലറയുണ്ട്. അതിനടുത്തായി ഒരു ആൽമരവും. നാട്ടുകാർ പറയുന്നത് ആ പടുകൂറ്റൻ ആൽമരത്തോളം പഴക്കം ആ കല്ലറയ്ക്കും ഉണ്ടാവുമെന്നാണ്. എന്നാൽ മറ്റുള്ളവയിൽ നിന്നും ഈ കല്ലറ വ്യത്യസ്തമാവുന്നത് ആ കല്ലറയുടെ മുകളിൽ എഴുതിയ ചില വാക്കുകളാണ്. പ്രാചീന കാലത്തെ ഭാഷകളിലായിരുന്നു ആ എഴുത്ത്. എന്നാൽ രാത്രി സമയങ്ങളിൽ പലരും ആ വഴി പോകുമ്പോൾ ആ കല്ലറയ്ക്ക് മുകളിൽ തല കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ എഴുതുന്ന ഒരു രൂപത്തെ പലരും കണ്ടതായി പറയുന്നു. രാത്രി സമയങ്ങളിൽ ആൽമരവള്ളികളിൽ ഊഞ്ഞാലാടുന്ന ആത്മാവിനെ അവിടം പലരും കണ്ടതായി പറയുന്നു. ഒരിക്കൽ കല്ലറ പൊളിക്കാൻ തുനിഞ്ഞിറങ്ങിയ അധികാരികളിൽ പലരും കല്ലറയ്ക്ക് അരികിൽ എത്തും മുന്നേ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് മടങ്ങിയ കഥയുണ്ട് ആ കല്ലറയ്ക്ക്. ആടുമാടുകൾ പോലും പോവാൻ ഭയക്കുന്ന ആ കല്ലറയ്ക്കുള്ളിൽ എന്താണുള്ളതെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ്. എന്നാൽ അതിനുള്ളിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ ആത്മാവായിരുന്നു. അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുന്നേ സാത്താൻ സേവ ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. പണ്ട് കാലത്തെ വാമ്പയർ കഥകൾ പോലെ പകൽ സമയങ്ങളിൽ ഒളിച്ചിരിക്കാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ ഒരു വീടാണ് ആ കല്ലറ എന്ന് അവിടം കെട്ടുകഥകളുണ്ട്.